ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം പറഞ്ഞാൽ നമ്മൾ ഫെയർവെല്ലാണ് നമ്മുടെ സീനിയേഴ്സിനെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഗൈസ് എല്ലാവരും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ഇപ്പോൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് നോക്കുമ്പോൾ അടിപൊളി നല്ല രസമുണ്ട്. ഞങ്ങൾ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തത്. പക്ഷെ ഡെക്കറേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല. കാരണം ലൈറ്റ്സും പോളറൈറ്റ്സൊക്കെ ഞങ്ങളിങ്ങനെ ഇടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഭംഗി കേട്ടോ, നല്ല രസമുണ്ട്. ഞങ്ങളപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പാക്കപ്പ് എന്നാണ് കേട്ടോ അവരുടെ ഞങ്ങൾ ഫെയർവെല്ലിൻ്റെ പേരൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഞങ്ങളുടെ സാറാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നത്. ഞങ്ങൾ പിന്നെ അവർക്ക് ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വരാനുള്ള താമസം മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഡാൻസ് കൂടി കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ജസ്റ്റ് ഞങ്ങളുടെ റൂമിൻ്റെ മുകളിൽ വന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പോകുന്ന കേസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്ര പ്രാക്ടീസൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇന്നലെ ഞങ്ങൾ എന്താ പറയുക, സാറ് പറഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുന്നു. അപ്പോൾ കുറേ കലങ്കോലമായിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ ഫുൾ കോൺഫിഡൻസ് കളിക്കും കേസ്. ഞങ്ങളങ്ങനെ ഫ്ലവർ കൊടുത്ത് അവനെ വെൽക്കം ചെയ്യാൻ പോകും ഗൈസ്. അപ്പം നമ്മൾ ഫ്ലവറൊക്കെ കൊടുത്ത് നമ്മുടെ സീനിയേഴ്സിനെ വെൽക്കം ചെയ്യാം കേട്ടോ. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. പുണ്യ പറഞ്ഞ കുട്ടി, അവൾ നന്നായിട്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മുതലെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സീനിയേഴ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ ഉണ്ടാക്കിയ ഫ്ലവറാണ്. നമ്മുടെ സീനിയേഴ്സിനപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് കയറ്റി കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മുടെ ഇനോഗ്രേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനവരെ ഫസ്റ്റ് തന്നെ നമ്മളെ സീനിയേഴ്സിനെ വെൽക്കം ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാരും പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ, പിന്നെ ആൾക്കാരായി വരുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് കൊടുത്തു. പിന്നെ ടീച്ചേഴ്സ് അവൻ്റെ മെമ്മറീസൊക്കെ പറഞ്ഞു, ഇവൻ്റെ കൂടെയുള്ള മെമ്മറീസൊക്കെ. അപ്പോൾ നമ്മൾക്കത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ സീനിയേഴ്സിന് നമ്മളെല്ലാവരും കോളേജിൽ നിന്ന് തന്നെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ടീച്ചേഴ്സിൻ്റെ അടുത്ത് തന്നെ അവരുടെ ചെറിയ നല്ല മൊമെൻറ്റ്സും പിന്നെ അതുപോലെ തന്നെ അവരുടെ മെമ്മറീസും ഒക്കെ ടീച്ചേഴ്സായിട്ട് പറയുമ്പോഴും പിന്നെ ഇവരായിട്ട് പറയുമ്പോഴും കേൾക്കാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ടിങ് പറഞ്ഞൊരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു ഇവർക്ക് എല്ലാവർക്കും കൂടി. അതൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവർ പ്രതീക്ഷിച്ചേയില്ല കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടാവുന്നു. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടി കേട്ടോ കേക്ക് കട്ടിങ്ങൊക്കെ നടത്തിയത്. അപ്പോൾ അടിപൊളിയായിരുന്നു ആ പരിപാടിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും കേക്ക് ഒക്കെ കഴിച്ച് ഇനി നമ്മൾ മെല്ലെ അപ്പോഴേക്കും ഉച്ചയ്ക്കായി. ഇനി അതിനുള്ള പരിപാടി നമ്മുടെ പരിപാടികളിൽ ഉച്ചയ്ക്ക് അവർക്ക് ഫുഡ് കൊടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരുടെ ഗാനലാപനം കേൾക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഫെയർവെല്ലിൽ ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സീനിയേഴ്സ് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്കത് പോയി കഴിക്കാം. ഇപ്പം തന്നെ 1:30-2 മണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ എന്നിട്ട് ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. ഭയങ്കര തിരക്കായി. അപ്പോൾ ഞാൻ നമ്മുടെ ബിരിയാണി പൊളിച്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കാനുള്ള അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് പാർട്ട് പരിപാടി തുടങ്ങിയിട്ട് അപ്പം ഇനി അടുത്ത് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയിൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് പരിപാടിയിൽ പാട്ട് പാടാൻ പോകുന്നത്. അപ്പം ഇനി നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. ഞാൻ അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിൽ നമ്മൾ ലോട്ടാണ് എടുക്കുന്നത്. അപ്പം ആ പരിപാടിയിലേക്കാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഗൈസ്. അപ്പം നമുക്ക് അത് കണ്ടു.
നിങ്ങൾ ഞങ്ങളുടെ ഡാൻസ് സ്റ്റേജിൽ കളിക്കുമ്പോൾ കണ്ടാൽ മതി. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പോകണം. വണ്ടർഫുൾ ഇവൻ്റ് ആയിരുന്നു. ഒരു ഇമോഷണൽ ഇവൻറ്റ്സ്. ആ ഇമോഷണൽ ഇവൻറ്റ്സിൽ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരെല്ലാവരും ഇവൻറ്റ് ഓർഗനൈസ് ചെയ്ത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ഫീലിങ്സ് ജനറേറ്റ് ചെയ്ത് ഒരു നമ്മൾ എന്താ വിട പറയുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, താങ്ങാൻ പറ്റാത്തൊരു ഫീലിങ്സ്, അതും കയറിക്കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കണത് ഇവിടെ. ഓക്കെ, താങ്ക് യു. സാർ കരയും ചെയ്തു. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെയർവെൽ. അടിച്ചു പൊളിച്ചു ഗൈസ്. ഞങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.